പെറ്റ് സിമട്രി എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ചിത്രം. ഫസ്റ്റ് പാർട്ടിൻ്റെ മുൻപ് സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ വിവരിക്കുന്നത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാടിനോട് ചേർന്നുള്ള ഒരു പെറ്റ് സിമട്രിയാണ് കാണിക്കുന്നത്. ആ കാടിനുള്ളിൽ നിഗൂഢമാർന്ന പൈശാചികമായ ശക്തിയുള്ള ഒരു സ്ഥലമുണ്ട്. സത്യത്തിൽ ആ ഒരു പൈശാചികമായ സ്ഥലത്തു നിന്നും നാടിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഡോൺ ബോസ്കോ എന്ന കുടുംബത്തിലെ പൂർവികർ ഈ ഒരു പെറ്റ് സിമട്രി നിർമ്മിച്ചിരുന്നത്. കാടിനുള്ളിലെ പൈശാചികമായ ആ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരണപ്പെട്ടവരെ എവിടെ കുഴിച്ചിട്ടാൽ അവർ ജീവനോടെ തിരിച്ചെത്തും. എന്നാൽ യഥാർത്ഥ മനുഷ്യരായിട്ടായിരിക്കില്ല അവർ തിരിച്ചെത്തുക. അവർക്ക് പൈശാചികമാർന്ന സ്വഭാവ രീതിയായിരിക്കും. ഇക്കാര്യം അറിയാവുന്ന ബിൽ എന്ന മനുഷ്യൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച് മരണപ്പെട്ട തൻ്റെ മകനായ ടിമ്മിയെ അവിടെ കുഴിച്ചിടുകയാണ്. 1969 നിഗൂഢമാർന്ന ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. ടിമ്മിയെ കുഴിച്ചിട്ട് അല്പസമയത്തിനു ശേഷം പൈശാചികമാർന്ന ഭാവത്തോടെ അവൻ ഉണരുകയാണ്. അവൻ ബില്ലിനൊപ്പം വന്നിരുന്ന തൻ്റെ വളർത്തുനായെ ആ ഒരു കുഴിയിലേക്ക് വലിച്ചിട്ടു. അങ്ങനെ ടിമ്മി കുഴിയിൽ നിന്നും പുറത്തു വരികയാണ്. ശേഷം കാണിക്കുന്നത് ജിം എന്ന യുവാവിനെയാണ്. ആ ഒരു സമയത്ത് ജിമ്മിൻ്റെ വീട്ടിൽ അവൻ്റെ കാമുകിയായ നോർമയും ഉണ്ടായിരുന്നു. ശാന്തിസേനയിൽ ചേർന്ന് നിർധനരായ പാവങ്ങളെ സഹായിക്കണമെന്ന് ജിമ്മ് അതിയായി ആഗ്രഹിച്ചിരുന്നു. തൻ്റെ മകൻ തങ്ങളെ വിട്ടുപോകുന്നത് ജിമ്മിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഈ ശാപം കിട്ടിയ നാട്ടിൽ നിന്നും അവനെങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്നുള്ള മനോഭാവമായിരുന്നു ജിമ്മിൻ്റെ പിതാവിൻ്റേത്. അങ്ങനെ ജിമ്മ് യാത്രയ്ക്കുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങാനായി ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് അവൻ കുട്ടിക്കാലത്തെ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്ന സ്റ്റീവിൻ്റെയും ടിമ്മിയുടെയും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണുകയാണ്. സ്റ്റീവ് ഇപ്പോൾ ജിമ്മുമായി അകൽച്ചയിലാണ്. സൈന്യത്തിൽ ചേർന്നതിനു ശേഷം ടിമ്മിയുമായും ജിം വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഈ ഒരു സമയത്താണ് അവൻ യാദൃശ്ചികമായി ടിമ്മിയുടെ പിതാവായ ബില്ലിനെ കാണുന്നത്. ടിമ്മി യുദ്ധം കഴിഞ്ഞ് മെഡലുമായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ബില്ല് ജിമ്മിനോട് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ബില്ല് വീട് വിട്ട് സമാധാന സേനയിൽ ചേരാനായി നോർമയെയും കൂട്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു കാക്ക വന്ന് അവൻ്റെ വാഹനത്തിലിടിച്ചു. ഉടൻ തന്നെ വാഹനം നിർത്തി പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ടിമ്മിയുടെ നായ തൻ്റെ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നത് അവൻ കാണാനിടയാവുന്നത്. ടിമ്മിയുടെ നായയായതിനാൽ അതിനെ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം യാത്ര തുടരാമെന്ന് ജിമ്മ് നോർമയോട് പറഞ്ഞു. നിഗൂഢമാർന്ന ഭാവത്തിലിരുന്നിരുന്ന ആ ഒരു നായ ഈ ഒരു സമയത്ത് അതീവ ക്ഷീണിതനായ നിലയിൽ കാണപ്പെട്ടിരുന്നു. അങ്ങനെ അവർ ആ ഒരു നായയെയും കൊണ്ട് ടിമ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ടിമ്മിയുടെ വീട്ടിൽ ഒരു മാനിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ച ഇരുവരും വീക്ഷിച്ചു. ആൾത്താമസമില്ല എന്ന് തോന്നിക്കുന്ന വിധം വൃത്തിഹീനമായ ചുറ്റുപാടിലായിരുന്നു. ഈ ഒരു സമയത്ത് ടിമ്മിയുടെ വീടും പരിസരവും നിരവധി ജീവികളുടെ എല്ലുകൾ അവിടെ കൂട്ടിയിട്ട നിലയിൽ കാണപ്പെട്ടിരുന്നു. പെട്ടെന്ന് അവർക്കൊപ്പമുണ്ടായിരുന്ന ടിമ്മിയുടെ നായയെ കാണാതായി. ഈ ഒരു സമയത്ത് വിരൂപമായ ഭാവത്തിൽ ടിമ്മി തങ്ങളെ നോക്കുന്നത് ജിമ്മ് കാണുകയാണ്. നിർബന്ധിത സൈനിക സേവനത്തിന് സർക്കാർ എന്നെ കൊണ്ടുപോയി. എന്നാൽ നിൻ്റെ പിതാവ് നിൻ്റെ രേഖകളിൽ പണം നൽകി കൃത്രിമം കാണിച്ച് നിന്നെ അതിൽ നിന്നും രക്ഷിച്ചുവെന്ന് ഈ ഒരു സമയത്ത് ടിമ്മി ജിമ്മിനോട് വെളിപ്പെടുത്തുകയാണ്. ജിമ്മും ഈ ഒരു സമയത്താണ് ആ സത്യം തിരിച്ചറിയുന്നത്. പൊടുന്നനെ ടിമ്മിയുടെ നായ നോർമയുടെ കയ്യിൽ ചാടിക്കടിക്കുകയും ആഴത്തിൽ മുറിവേൽപ്പിക്കുകയുമാണ്. ജിമ്മ് സഹായം അഭ്യർത്ഥിച്ചിട്ടും ടിമ്മി നിശ്ചലനായി തന്നെ നിന്നു. പിന്നീട് ടിമ്മി തോക്കെടുത്ത് ആകാശത്തിലേക്ക് നിറയൊഴിച്ച് നായയെ ഓടിച്ചു. പക്ഷേ അപ്പോഴേക്കും നോർമയ്ക്ക് സാരമായ രീതിയിൽ തന്നെ പരിക്കേറ്റ് കഴിഞ്ഞിരുന്നു. ജിം ഉടൻ തന്നെ നോർമയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സാരമായ മുറിവേറ്റിട്ടുണ്ടായിരുന്നതിനാൽ നോർമയെ അവിടെ അഡ്മിറ്റാക്കി. അതോടുകൂടി സമാധാന സേനയിലേക്കുള്ള ജിമ്മിൻ്റെ യാത്രയും മുടങ്ങി. ടിമ്മിയുടെ സ്വഭാവത്തിൽ വന്നിരുന്ന നിഗൂഢമായ മാറ്റം ജിമ്മിനെ വല്ലാതങ്ങ് വേദനിപ്പിച്ചിരുന്നു. ശേഷം കാണിക്കുന്നത് ടിമ്മിയെ പോലെ തന്നെ ജിമ്മിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന സ്റ്റീവിനെയാണ്. സ്റ്റീവിൻ്റെ ചേച്ചിയായ ഡോണ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ വിദഗ്ധയായിരുന്നു. അതെല്ലാം ടൗണിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തണമെന്നുള്ളത് ഡോണയുടെ ആഗ്രഹമായിരുന്നു. പിന്നീട് അവരിരുവരും വീടിനോട് ചേർന്നുള്ള സൂര്യകാന്തി തോട്ടത്തിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് സ്റ്റീവ് ആരോ വരച്ചു വച്ചിരുന്ന സൂര്യകാന്തി പൂവിലെ നിഗൂഢമാർന്ന ചിഹ്നവും രക്തക്കറയും കാണാനിടയാവുന്നത്. കാടിനുള്ളിലെ നിഗൂഢമായ ആ ഒരു പൈശാചികമായ സ്ഥലത്തെ
പ്രതിദാനം ചെയ്യുന്നതായിരുന്നു ആ ഒരു ചിഹ്നം. അതിനരികിലേക്ക് നടക്കുന്നതിനിടെ സ്റ്റീവ് കാലിടറി വീഴുകയും അവൻ്റെ കയ്യിലേക്ക് ഒരു മുള്ള് കുത്തിക്കയറുകയും ചെയ്തു. മുറിവ് വെച്ച് കെട്ടാനായി സ്റ്റീവ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ വെച്ച് ജിമ്മ് സ്റ്റീവിനെ കാണുകയാണ്. നോർമയെ കിട്ടിയപ്പോൾ നീ എന്നെ മറന്നുവെന്ന് സ്റ്റീവ് ജിമ്മിനോട് പറഞ്ഞു. അതായിരുന്നു സ്റ്റീവിൻ്റെ പിണക്കത്തിനുള്ള കാരണം. ഈ ഒരു സമയത്ത് ജിമ്മ് ടിമ്മിയെക്കുറിച്ചുള്ള തൻ്റെ സംശയങ്ങൾ സ്റ്റീവുമായി പങ്കുവച്ചു. യുദ്ധം കഴിഞ്ഞു വന്നതിനു ശേഷം ടിമ്മിയാകെ മാറിപ്പോയെന്ന് ജിമ്മ് സ്റ്റീവിനോട് പറഞ്ഞു. തനിക്കും അതേ അഭിപ്രായമാണെന്നും അവൻ്റെ നിഗൂഢമാർന്ന പെരുമാറ്റ രീതിയെക്കുറിച്ച് ചേച്ചിയായ ഡോണ തന്നോട് പറഞ്ഞിരുന്നെന്നും സ്റ്റീവ് ജിമ്മിന് മറുപടി നൽകി. സംശയ നിവാരണത്തിനായി ജിം പിന്നീട് ടിമ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒരു കാട്ടുജീവിയുടെ മാംസം പച്ചയ്ക്ക് ഭക്ഷിച്ചിരുന്ന ടിമ്മിയെയാണ് ഈ ഒരു സമയത്ത് അവനെ കാണാനായി സാധിച്ചത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അവൻ്റെ പിതാവായ ബിൽ ചെയ്ത നിഗൂഢമാർന്ന ആ സംഭവത്തിനു ശേഷമായിരുന്നു ടിമ്മിയിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിരുന്നത്. ഉടനെ ബില്ല് അങ്ങോട്ടേക്കെത്തി. ശേഷം ജിം തിരിഞ്ഞു നോക്കിയപ്പോൾ ടിമ്മിയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ടിമ്മിയുടെ മാറ്റത്തെക്കുറിച്ച് ജിമ്മ് ബില്ലിനോട് ചോദിച്ചെങ്കിലും ബില്ല് പ്രകോപിതനാവുകയാണ്. അതോടെ ജിമ്മ് വീട്ടിലേക്ക് തിരിച്ചുപോയി. ടിമ്മിയെക്കുറിച്ചുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ ബില്ല് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജിമ്മ് വീട്ടിലേക്ക് തിരിച്ചെത്തിയതോടെ അവൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഒരു സമയത്ത് അവൻ എന്തിനാണ് തന്നെ സൈന്യത്തിൽ ചേർക്കാതിരിക്കാനായി കള്ളത്തരങ്ങൾ കാണിച്ചതെന്നും ചോദിച്ചുകൊണ്ട് അവൻ്റെ പിതാവിനോട് ദേഷ്യപ്പെട്ടിരുന്നു. ശേഷം കാണിക്കുന്നത് തൻ്റെ റൂമിലിരുന്ന് പൈശാചികമായ ഭാവത്തിൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ടിമ്മിയെയാണ്. അവൻ ഡോൺ ബോസ്കോ കുടുംബത്തിലെ പിന്മുറക്കാരായ തനിക്ക് കൊല്ലാനുള്ള കുറച്ചാളുകളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതുകയാണ്. ശേഷം അവൻ തൻ്റെ രക്തം ഉപയോഗിച്ച് പൈശാചികതയുടെ നിഗൂഢമാർന്ന ആ ഒരു ചിഹ്നം വരച്ചു. ശേഷം കാണിക്കുന്നത് ഡോൺ ബോസ്കോ കുടുംബാംഗമായ ഒരു ലേഡിയെയാണ്. ഈ ഒരു ലേഡി ടിമ്മിയുടെ ഡെത്ത് ലിസ്റ്റിലുണ്ടായിരുന്നു. ഉടനെ ആ ലേഡിയുടെ മുൻപിലേക്ക് ടിമ്മിയുടെ നായ ചാടി വീണു. ഉടനെ ആ സ്ത്രീക്കരികിലേക്കെത്തിയ ടിമ്മി ആ സ്ത്രീയുടെ പിതാവ് ആത്മഹത്യ ചെയ്തതിനെ പറ്റിയെല്ലാം വിവരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഇവനെങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ചിന്ത ആ സ്ത്രീയിൽ ആശ്ചര്യം ജനിപ്പിച്ചു. അതോടെ ടിമ്മിക്കുണ്ടായ മാറ്റം മനസ്സിലാക്കി ആ ഒരു സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് ഓടി. ഡോൺ ബോസ്കോ കുടുംബാംഗങ്ങളിലെ മുതിർന്നവർക്കെല്ലാം കാടിനുള്ളിലുള്ള നിഗൂഢമാർന്ന ആ സ്ഥലത്തെപ്പറ്റി അറിയാമായിരുന്നു. ആ സ്ത്രീ തൻ്റെ സംശയങ്ങൾ ആ കുടുംബത്തിൽപ്പെട്ട മേയറായ തൻ്റെ സുഹൃത്തിനെ വിളിച്ചറിയിച്ചു. എന്നാൽ പിന്നീട് ടിമ്മിയുടെ നായ ആ ഒരു സ്ത്രീയെ ആക്രമിച്ചു കൊലപ്പെടുത്താനായി എത്തുകയാണ്. ഭാഗ്യവശാൽ ആ സ്ത്രീക്ക് നായയെ കൊലപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു. ഈ ഒരു സമയത്ത് സ്റ്റീവിൻ്റെ ചേച്ചിയായ ഡോണ തൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്ത് പൈശാചികമായ ഭാവത്തിൽ ടിമ്മി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ടിമ്മി തന്നോടൊപ്പം ഡാൻസ് ചെയ്യണമെന്നും പറഞ്ഞ് ഡോണയെ നിർബന്ധിച്ചു. എന്നാൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവൻ ഡോണയുടെ ഇടുപ്പിൽ ശക്തമായി മുറുക്കി പിടിക്കുകയാണ്. ഡോണ അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങിയതോടെ സ്റ്റീവ് ടിമ്മിയെ തള്ളിയിട്ടു. ഈ ഒരു സമയത്ത് ഡോണയും സ്റ്റീവും കൊല്ലപ്പെടുമെന്ന് ടിമ്മി പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവന് മാനസികമായ എന്തോ പ്രശ്നമാണെന്ന് കരുതി പിന്നീട് സ്റ്റീവ് അവന് വീട്ടിൽ കൊണ്ടാക്കി. ഈ നേരത്ത് ജിമ്മിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ഡോൺ ബോസ്കോ കുടുംബത്തിലെ പിന്മുറക്കാർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ്. പോലീസുകാരനും മേയർക്കും പിന്നാലെ പരിക്കേറ്റ നിലയിൽ ആ ഒരു സ്ത്രീയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കാട്ടിലെ അനുകൂലമായ സ്ഥലത്ത് കുഴിച്ചിട്ട് ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റാൽ അവർ പൈശാചിത ബാധിതരാകുമെന്നും സമൂഹത്തിന് ആപത്തായതിനാൽ കണ്ണിലേക്ക് നിറയൊഴിച്ച് എത്രയും വേഗം അവരെ കൊലപ്പെടുത്തണമെന്നും അവരുടെ പൂർവികർ അവരെ ഉപദേശിച്ചിരുന്നു. ടിമ്മി അത്തരത്തിലുള്ള ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണെന്ന് ആ ഒരു സ്ത്രീ ഏവരെയും അറിയിച്ചു. ടിമ്മിക്കൊരിക്കലും നമ്മളോട് നീചമായി പെരുമാറാൻ സാധിക്കില്ലെന്നും അവന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോണ സ്റ്റീവിനോട് പറഞ്ഞു. ആ രാത്രിയിലും ടിമ്മി വേട്ടയ്ക്കായി വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. ആ രാത്രിയിൽ താൻ കണ്ടിരുന്ന ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ജിമ്മ് ഞെട്ടിയുണരുകയാണ്. ഈ ഒരു സമയത്ത് വീടിന് വെളിയിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി തോക്കുമായി ജിം പുറത്തേക്കിറങ്ങി. തലകൾ വികൃതമാക്കിയ നിലയിലുള്ള കൂട്ടുകാർക്കൊപ്പമുള്ള കുട്ടിക്കാലത്തെ തൻ്റെ ആ ഒരു ഫോട്ടോ അവന് റോട്ടിൽ നിന്നും കണ്ടുകിട്ടി. ഈ ഒരു സമയത്ത് റോട്ടിലൂടെ പോയിരുന്ന വാഹനത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ജിമ്മിനെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെടാനായി സാധിച്ചിരുന്നത്. ആ പരിസരത്തെങ്ങും ആരെയും കാണാതായതോടെ ജിം അവിടെ നിന്നും
വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഇതേ സമയത്ത് വീടിന് വെളിയിലായി ടിമ്മി ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്താണ് തൻ്റെ സംശയങ്ങൾ പങ്കുവയ്ക്കാനായി സ്റ്റീവ് ജിമ്മിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ അവരിരുവരും ചേർന്ന് നിഗൂഢമാർന്ന സംഭവങ്ങളെപ്പറ്റി അറിയാനായി പുരാതനമായ അവിടെയുള്ളൊരു പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ ആ ഗ്രാമത്തിൻ്റെ നിഗൂഢമാർന്ന ചരിത്രത്തെ പറ്റിയുള്ള ഒരു പുസ്തകം അവർക്ക് നൽകി. അങ്ങനെ സ്റ്റീവും ടിമ്മും അവരുടെ ഗ്രാമത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുകയാണ്. 1674 കാണാതായ തങ്ങളുടെ കൂട്ടാളിയെ തിരഞ്ഞ് ഒരു സംഘം കാടുകയറി. പോകുന്ന വഴിയിൽ അവർ പൈശാചികമായ ആ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ചിഹ്നം കണ്ടിരുന്നു. മുന്നോട്ടേക്ക് നീങ്ങിയവർ മനുഷ്യരെ പുനർജീവിപ്പിക്കുന്ന കാടിനുള്ളിലെ നിഗൂഢമാർന്ന ആ ഒരു സ്ഥലം കണ്ടു. അവിടെ ഉണ്ടായിരുന്ന മുഖംമൂടിധാരിയായ കാട്ടുവാസിയോട് അവർ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അവരുടെ ഒരു സംഘാംഗം കാണാതെ പോയിരുന്ന ആ ഒരു മനുഷ്യൻ പൈശാചികമായ ഭാവത്തിൽ മൃഗങ്ങളുടെ പച്ചമാംസം ഭക്ഷിക്കുന്ന നിഗൂഢമാർന്ന കാഴ്ച കാണാനിടയാവുന്നത്. അയാളുടെ അലർച്ച കേട്ടതോടെ നിങ്ങൾ അന്വേഷിക്കുന്നയാൾ അവരിൽ ഒരാളായി മാറിക്കഴിഞ്ഞുവെന്ന് മുഖംമൂടിധാരി സംഘത്തെ അറിയിച്ചു. സംഘം അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് പിശാചുബാധിതനായി മാറിക്കഴിഞ്ഞിരുന്ന ആ ഒരു മനുഷ്യൻ അവരുടെ സംഘാംഗത്തെ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ശേഷം അയാൾ ആ ഒരു സംഘാംഗത്തിൻ്റെ പച്ചമാംസം ഭക്ഷിക്കുകയാണ്. ഈ ഒരു കാഴ്ച അന്വേഷിച്ചെത്തിയിരുന്ന സംഘത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. പിന്നീട് പിശാചുബാധിതനായി മാറിക്കഴിഞ്ഞിരുന്ന ആ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കൂടി ആക്രമിക്കുകയാണ്. അങ്ങനെ ടിമ്മിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ജിമ്മും സ്റ്റീവും വേദനയോടെ തിരിച്ചറിയുകയാണ്. ഈ പുസ്തകത്തിൻ്റെ അതേ കോപ്പി ജിമ്മിൻ്റെ പിതാവിൻ്റെ പക്കലുമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇക്കാര്യങ്ങളൊന്നും മകനായ ജിമ്മിനെ അറിയിച്ചിരുന്നില്ല. ഈ ഒരു സമയത്ത് വീട്ടിലൊറ്റയ്ക്കായി പോയ ഡോണയുടെ പക്കലേക്ക് ടിമ്മി എത്തുകയാണ്. ഡോണ കരഞ്ഞപേക്ഷിച്ചെങ്കിലും നിഷ്കാരണം ടിമ്മി അവരുടെ വയറ്റിലേക്ക് കുത്തി. ഡോണ ആ കത്തി വലിച്ചൂരി അതുപയോഗിച്ച് ടിമ്മിയെ ആക്രമിച്ചുകൊണ്ട് പുറത്തേക്കോടി. എന്നാൽ പിന്നാലെ ഓടിയെത്തിയ ടിമ്മി അവളെ കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ശേഷം അവൻ അവളുടെ മൃതശരീരം കാടിനുള്ളിലുള്ള നിഗൂഢമാർന്ന ആ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. അവളുടെ ശരീരത്തെയും ഒരു പിശാചാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ടിമ്മിയുടെ ലക്ഷ്യം. തൻ്റെ മകനെ ഒരുപാട് സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ധാരണയിൽ അവൻ്റെ കൊള്ളരുതായ്മയെല്ലാം മറച്ചുവെച്ചു. അന്ന് ആർത്തിയോടെ പച്ചമാംസം ഭക്ഷിക്കുന്ന ടിമ്മിയെ കണ്ടാണ് ബില്ല് ഉണർന്നത്. അതോടുകൂടി തൻ്റെ മകൻ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണെന്ന് ബില്ലും മനസ്സിലാക്കി തുടങ്ങി. ജിമ്മ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞതോടെ അവൻ്റെ പിതാവ് കാര്യങ്ങളെല്ലാം ജിമ്മിനോട് വെളിപ്പെടുത്തി. നിഗൂഢമാർന്ന ആ സ്ഥലത്തു നിന്നും പൈശാചികത ലോകത്ത് പടരാതെ നോക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ദുഷ്ടശക്തികൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ ഈ ഒരു പെറ്റ് സിമിട്രി ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ കാടിനുള്ളിലെ നിഗൂഢമാർന്ന ആ ഒരു സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടിരുന്നവൻ സാത്താനായി മാറിയിരിക്കുന്നു. അവനെ കൊന്ന് കൂടുതൽ ആളുകൾ പിശാചുക്കളായി മാറുന്നത് നമുക്ക് തടയണമെന്ന് ജിമ്മിൻ്റെ പിതാവ് അവനെ അറിയിച്ചു. ഇതേസമയം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്ന സ്റ്റീവ് ഡോണയ്ക്ക് അപകടം സംഭവിച്ചിരുന്ന കാര്യം മനസ്സിലാക്കുകയാണ്. ഈ ഒരു സമയത്ത് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്ന ഡോൺ ബോസ്കോ കുടുംബാംഗമായ ആ ഒരു പോലീസുകാരനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതേ നേരം ഒരു പിശാചായി ഉയർത്തെഴുന്നേറ്റിരുന്ന ഡോണ നോർമയെ കൊല്ലാനായി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. ഇക്കാര്യം അറിയാതെ സാരമായി പരിക്കുപറ്റിയിരുന്ന ഡോണയെ നോർമ ശുശ്രൂഷിക്കുകയാണ്. കാലിലെ മുറിവ് പരിചരിക്കുന്നതിനിടെ അഴുകിത്തുടങ്ങിയിരുന്ന ഡോണയുടെ മാംസം അടർന്നുപോയി. ഈ ഒരു കാഴ്ച കണ്ട് ഭയന്നു മറച്ചോടിയ നോർമയെ ഡോണ കൊല്ലാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഡോണ അവിടുത്തെ പേഷ്യൻസിനെയും നേഴ്സുമാരെയും നിഷ്കരണം കൊലപ്പെടുത്തിയിരുന്നു. ശേഷം ഡോണ നോർമയെ പിടികൂടി അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ നോർമയെ അന്വേഷിച്ച് ജിമ്മ് ഹോസ്പിറ്റലിലേക്കെത്തി. നോർമയോടെ തൻ്റെ രക്തം കൊണ്ട് എഴുതി വച്ചിരുന്ന ഫാം എന്ന വാക്ക് കണ്ടതോടെ ജിമ്മുടൻ തന്നെ ടിമ്മിയുടെ ഫാമിലേക്ക് പായുകയാണ്. ഇതിനോടകം തന്നെ സ്റ്റീവും പോലീസുകാരനും ഉൾപ്പെടെ ഡോൺ ബോസ്കോ കുടുംബത്തിലെ മറ്റംഗങ്ങളെല്ലാം ടിമ്മിയുടെ ഫാമിലേക്ക് എത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ ജിമ്മും ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. നീ അപകടമൊന്നും ക്ഷണിച്ചു വരുത്തരുതെന്നും എൻ്റെ പുറകെ നിന്നാൽ മതിയെന്നും ജിമ്മിൻ്റെ പിതാവ് അവനോട് നിർദ്ദേശിച്ചു. നോർമയും ഡോണയും മിസ്സിംഗ് ആയ വിവരം അറിഞ്ഞതോടെ അവരുടെയും ആശങ്ക വർദ്ധിച്ചു. തനിക്കൊരു തെറ്റുപറ്റിപ്പോയെന്നും അത് തീർത്താൻ താൻ തയ്യാറാണെന്നും
ഈ ഒരു സമയത്ത് ബില്ല് ഏവരെയും അറിയിച്ചു. അങ്ങനെ അവരേവരും തോക്കുകളേന്തി പല വഴിക്കായി ടിമ്മിയെ കണ്ടെത്തി കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഈ ഒരു സമയത്ത് ആ പോലീസുകാരൻ കൊണ്ടുവന്നിരുന്ന പെട്രോൾ ഫാമിനെ തീയിടാനായി അവിടെ ഒഴിച്ചിരുന്നു. ടിമ്മിയെ അന്വേഷിച്ച് ഫാമിനകത്തേക്ക് കയറിയിരുന്ന മേയറെ ടിമ്മി ആരും കാണാതെ കൊലപ്പെടുത്തി. അല്പസമയത്തിനകം തന്നെ ഫാമിനെ തീയിടാനൊരുങ്ങിയ പോലീസുകാരനെയും ടിമ്മി കൊന്നുകളഞ്ഞു. ശേഷം അകത്തേക്ക് കടന്നിരുന്ന ഏവരെയും കൊലപ്പെടുത്താനായി ടിമ്മി തന്നെ അവിടെ തീയിടുകയാണ്. പിന്നീട് ടിമ്മി സംഘാംഗമായ സ്ത്രീയെയും നിഷ്കരണം കൊലപ്പെടുത്തി. ഇതേസമയം ജിമ്മും പിതാവും സ്റ്റീവും ടിമ്മിയുടെ വീട്ടിൽ അവനായുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് സ്റ്റീവ് ഡോണയുണ്ടാക്കിയിരുന്ന മുഖം മൂടി അവിടെ ഇരിക്കുന്നത് കാണാനിടയായി. അതോടെ അവർക്ക് ഡോണയോടെ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു സമയത്ത് ഡോണയും നിഗൂഢമായ ഭാവത്തിൽ അവർക്കരികിലേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ ഡോണ സ്റ്റീവിനെ ആക്രമിക്കാൻ ഒരുങ്ങി. ഇത് കണ്ട് ജിം അവളെ കൊല്ലാനൊരുങ്ങിയെങ്കിലും സ്റ്റീവ് അത് തടഞ്ഞു. അതോടെ ഡോണ സ്റ്റീവിനെ അതിക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് എത്തിയ ജിമ്മിൻ്റെ പിതാവ് ഡോണയുടെ കാലിലേക്ക് നിറയൊഴിക്കുകയും ഇത് യഥാർത്ഥ ഡോണയല്ലെന്ന് സ്റ്റീവിനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ നിലത്ത് വീണ് കിടന്നിരുന്ന തോക്കെടുത്ത് ഡോണ ജിമ്മിൻ്റെ പിതാവിനെ പുറകിൽ നിന്നും കുത്തി കൊലപ്പെടുത്തുകയാണ്. അതോടുകൂടി മനസ്സില്ലാ മനസ്സോടെ സ്റ്റീവിനെ കണ്ണിലേക്ക് നിറയൊഴിച്ച് ഡോണയെ കൊലപ്പെടുത്തേണ്ടി വന്നു. തൻ്റെ പിതാവിൻ്റെ മൃതശരീരം കണ്ട് ജിമ്മ് വിങ്ങിപ്പൊട്ടി. ഈ ഒരു സമയത്താണ് ടിമ്മി വീടിനെ തീയിട്ടെന്നും പറഞ്ഞുകൊണ്ട് ബില്ല് അവർക്കരികിലേക്ക് എത്തുന്നത്. നമുക്ക് ബേസ്മെൻറ്റ് വഴി രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അവനിരുവരെയും ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സമയത്താണ് അവർ ബേസ്മെൻറ്റിൽ ടിമ്മി ഉണ്ടാക്കിയിരുന്ന വലിയൊരു തുരങ്കം കാണുന്നത്. അവിടെ നിന്നും ജിമ്മിനെ നോർമയുടെ ഒരു ലോക്കറ്റ് കണ്ടുകിട്ടി. അതോടെ ടിമ്മി നോർമയെ ഒളിപ്പിച്ചിരിക്കുന്നത് ആ ഒരു തുരങ്കത്തിനകത്താണെന്ന് അവർ മനസ്സിലാക്കി. തുരങ്കത്തിനകത്ത് വായും കൈക്കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു നോർമ കിടന്നിരുന്നത്. അങ്ങനെ അവരേവരും നോർമയെ കണ്ടെത്താനായി ആ ഒരു തുരങ്കത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. സമീപത്തുള്ള കാട്ടിലേക്ക് നീളുന്ന തരത്തിലുള്ള വലിയൊരു തുരങ്കമായിരുന്നു ടിമ്മി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ തുരങ്കം 3 കൈവഴികളായി വിഭജിക്കപ്പെടുകയാണ്. അതിനാൽ തന്നെ 3 പേർക്കും നോർമയെ അന്വേഷിച്ച് 3 വഴിക്കായി പിരിയേണ്ടി വന്നു. അന്വേഷണത്തിനിടെ ബില്ല് ആ തുരങ്കത്തിലിരുന്നിരുന്ന ടിമ്മിയെ കാണാനിടയായി. പിന്നീട് ബില്ല് താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ മകനായ ടിമ്മിയെ കൊല്ലാനൊരുങ്ങി. എന്നാൽ പൊടുന്നനെ ടിമ്മി ബില്ലിനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് എത്തിയ സ്റ്റീവും ജിമ്മും ഭീതിജനകമായ ഈ ദൃശ്യങ്ങൾ കണ്ട് നടുങ്ങി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ തുരങ്കത്തിന് സമീപമായുണ്ടായിരുന്ന അരുവിയിൽ നിന്നും നോർമയുടെ പക്കലേക്ക് വെള്ളമൊലിച്ചിറങ്ങിയിരുന്നു. അതിനാൽ തന്നെ നോർമയുടെ മൂക്കൊഴികെ ബാക്കിയെല്ലാ ഭാഗങ്ങളും ചെളിയിൽ പൂണ്ടുപോയിരിക്കുകയാണ്. തുരങ്കത്തിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയ സ്റ്റീവും ജിമ്മും ആ ഒരു കാട്ടിലേക്കാണ് എത്തിപ്പെട്ടിരുന്നത്. ഈ ഒരു സമയത്ത് ടിമ്മി സ്റ്റീവിനെ വലിച്ചിഴയ്ക്കുകയും തൻ്റെ ഒരു കെണിയിൽ അവനെ കൊടുക്കുകയുമാണ്. ഇത് കണ്ട് ജിമ്മ് ടിമ്മിക്ക് നേരെ നിറയൊഴിച്ചെങ്കിലും അവൻ ഓടി രക്ഷപ്പെട്ടു. ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് ജിമ്മ് നോർമയെ അന്വേഷിച്ച് സ്റ്റീവിൻ്റെ പക്കൽ നിന്നും പോകാനൊരുങ്ങി. പോകുന്ന സമയത്ത് ജിമ്മ് തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ഫ്ലയർ ഗണ്ണ് സ്റ്റീവിന് കൈമാറി. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ ഈ ഫ്ലയർ ഗണ്ണ് ഉപയോഗിച്ച് ജനശ്രദ്ധയെ ആകർഷിക്കണമെന്നും അങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നും ജിമ്മ് സ്റ്റീവിനോട് പറഞ്ഞു. എന്നാൽ നോർമയ്ക്കായുള്ള അന്വേഷണത്തിനിടെ വെള്ളത്തിൽ ഒളിച്ചു കിടന്നിരുന്ന ടിമ്മി ജിമ്മിനെ ആക്രമിക്കുകയാണ്. ടിമ്മി ജിമ്മിനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താനായി ശ്രമിച്ചു. ഈ ഒരു കാഴ്ച കണ്ട സ്റ്റീവ് തൻ്റെ പക്കലുണ്ടായിരുന്ന ഫ്ലയർ ഗണ്ണ് ഉപയോഗിച്ച് ടിമ്മിയുടെ കണ്ണിലേക്ക് നിറയൊഴിച്ചു. അതോടെ ടിമ്മിയും മരണപ്പെടുകയാണ്. അതിനാൽ തന്നെ ടിമ്മിയുടെ കയ്യിൽ നിന്നും ജിമ്മിനെ രക്ഷപ്പെടാനായി സാധിച്ചു. ഇതേസമയം തുരങ്കത്തിൽ ശക്തമായി ചവിട്ടിക്കൊണ്ട് തുരങ്കത്തിൻ്റെ മുകൾ ഭാഗം തകർത്ത് നോർമയും രക്ഷപ്പെടുകയാണ്. അവൾ രക്ഷപ്പെട്ട് ആ കാട്ടിലുണ്ടായിരുന്ന ജിമ്മിൻ്റെ പക്കലേക്ക് ഓടിയെത്തി. ഈ ഒരു സമയത്ത് ടിമ്മിയുടെ മൃതശരീരം വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിരുന്നു. ശേഷം കാണിക്കുന്നത് സന്തോഷത്തോടെ നോർമയ്ക്കൊപ്പം തൻ്റെ വീട്ടിൽ താമസിക്കുന്ന ജിമ്മിനെയാണ്. പിണക്കങ്ങളെല്ലാം മറന്ന് സ്റ്റീവും ജിമ്മും പഴയതുപോലെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. പിന്നീട് സ്റ്റീവ് ഡോണയെ ആഗ്രഹിച്ചിരുന്നതുപോലെ അവരുടെ കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കാനായി ടൗണിലേക്ക് പോവുകയാണ്. അതേസമയം ജിമ്മ് കുട്ടിക്കാലത്തെ കൂട്ടുകാർക്കൊപ്പമുള്ള തൻ്റെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ട് വീടിൻ്റെ ഉമ്മർത്ത് ഇരിക്കുകയായിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.